നമസ്കാരം, ന്യൂസ് സ്കാനിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകം മുഴുവൻ അസമാധാനവും അസന്തുഷ്ടിയും സംഘർഷങ്ങളും ദിവസേന പെരുകിക്കൊണ്ടിരിക്കുന്നതിനാൽ ഒരു വല്ലാത്ത ഭീതി മാനവരാശിയെ മുഴുവൻ ഗ്രസിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അത്യാധുനികതയുടെ പ്രൗഢിയിൽ ശാസ്ത്രവികസനവും കണ്ടുപിടുത്തങ്ങളും നേട്ടങ്ങളും കൈവരിച്ച് ലോകരാഷ്ട്രങ്ങൾ മുന്നേറുമ്പോഴും എല്ലാ പുരോഗതികളുടെയും കടക്കൽ പതിച്ച മൂർച്ചയേറിയ ഈർച്ചവാൾ പോലെ അസമാധാനം അവരെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. രാജ്യങ്ങളുടെ ഡിസിപ്ലിനിലും രാജ്യങ്ങൾ തമ്മിലുള്ള ഡിപ്ലോമസിയിലും പരിഹരിക്കാനാകാതെ തർക്കങ്ങളും ചേരിപ്പോരുകളും വലിയ കലാപങ്ങളും സംഘർഷങ്ങളും ആക്രമണങ്ങളും യുദ്ധങ്ങളുമായി പരിണമിക്കുകയാണ്. മറ്റൊരിടത്താകട്ടെ ലോകത്തെ കീഴടക്കാൻ ഇറങ്ങിയ ചില പ്രതിലോമ ശക്തികളുടെ കരുനീക്കങ്ങളും ശക്തമാവുകയാണ്. മതരാഷ്ട്ര നിർമ്മിതിക്കായി അവർ ചെല്ലും ചെലവും കൊടുത്ത് ഭീകരവാദികളെ വളർത്തി കയ്യിൽ ആയുധവും കൊടുത്ത് സമാധാനത്തിനായി ജീവിക്കുന്ന രാജ്യങ്ങളിലേക്ക് ഇരുട്ടിന്റെ മറവിൽ തള്ളി അയച്ച് അവിടുത്തെ വിലപിടിപ്പുള്ള ജീവനുകൾക്ക് വില പറയുകയും ചെയ്യുമ്പോൾ നിലനിൽപ്പിനായി ആയുധം കയ്യിലെടുക്കാനും ചെറുത്തുനിൽപ്പുകൾ ശക്തമാക്കാനും ആ രാജ്യങ്ങളും നിർബന്ധിതരാകുകയാണ്. ചില രാജ്യങ്ങളാകട്ടെ രാഷ്ട്രീയവും വർഗീയവുമായ കാരണങ്ങളാൽ ആഭ്യന്തര സംഘർഷങ്ങളും ചേരിപ്പോരുകളും മൂർച്ഛിക്കുകയാണ്. ഇത്തരം സാഹചര്യങ്ങളെ കൈയടക്കത്തോടെ കൈകാര്യം ചെയ്യേണ്ട രാഷ്ട്ര നേതാക്കൾ നിഷ്ക്രിയമായി നിന്നുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് കളമൊരുക്കുകയും ചെയ്യുകയാണ്. യൂറോപ്പിന്റെ ദിനരാത്രങ്ങളെ ഭീതിയിലും അസമാധാനത്തിലും ആഴ്ത്തിക്കൊണ്ട് ഉക്രൈനും റഷ്യയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം 3-ാം വർഷത്തിലേക്ക് എത്തുകയാണെന്നതും മധ്യപൂർവേഷ്യയ്ക്ക് കടുത്ത അരക്ഷിതാവസ്ഥകൾ സമ്മാനിച്ചുകൊണ്ട് ഇറാനിയൻ പ്രോക്സികളായ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണങ്ങൾ മൂലം നിലനിൽപ്പിനായി ചെറുത്തുനിൽപ്പുകൾ നടത്തി മിഡിൽ ഈസ്റ്റിലെ തീവ്രവാദികളെ മുഴുവൻ ഇല്ലാതാക്കുന്ന മാരകമായ യുദ്ധത്തിന് ഇറങ്ങാൻ ഇസ്രായേൽ നിർബന്ധിതരായിരിക്കുന്നു എന്നതും നൈജീരിയയിലും ബുർക്കിന ഫാസോയിലും അടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തെ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദികളും ചോരക്കളികൾ തുടരുമ്പോൾ കടുത്ത അരക്ഷിതാവസ്ഥകളിലേക്ക് ലോകം കൂപ്പുകുത്തി വീണിരിക്കുകയാണ് എന്ന് പറയാതെ ഒരു തരവുമില്ല. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ അയവില്ലാതെ തുടരുന്ന സാഹചര്യത്തിൽ ലോക ജനങ്ങൾക്ക് മുന്നറിയിപ്പുമായി സ്വീഡൻ, നോർവേ, ഡെൻമാർക്ക്, ഫിൻലാൻഡ് എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ രാഷ്ട്രങ്ങൾ നൽകുന്ന മുന്നറിയിപ്പുകൾ 3-ാം ലോക മഹായുദ്ധത്തിനുള്ള ശക്തമായ സാധ്യതകളും സാഹചര്യങ്ങൾ കൈവിട്ടു പോകുന്നതോടെ ഏതെങ്കിലും രാജ്യം അണ്വായുധം പ്രയോഗിച്ചേക്കാമെന്നുള്ള സാധ്യതയും തള്ളിക്കളയാൻ ആകില്ല എന്ന കൃത്യമായ വിലയിരുത്തലുകളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ നിർദ്ദേശങ്ങളെ മറികടന്നുകൊണ്ട് നാറ്റോ രാജ്യങ്ങൾ ഉക്രൈനെ പിന്തുണയ്ക്കുന്നതിൽ കുപിതരായ റഷ്യ പലതവണ കടുത്ത നീക്കങ്ങൾക്കുള്ള മുന്നറിയിപ്പുകൾ നൽകിയതാണ്. ഇപ്പോൾ അത് വീണ്ടും പ്രകോപനപരമാകുകയും യൂറോപ്പിൽ ഇപ്പോൾ മറ്റൊരു പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് റഷ്യ എത്തിച്ചേരുന്ന സാഹചര്യം സംജാതമായിരിക്കുകയും ചെയ്തിരിക്കെ അതിൻ്റെ പാർശ്വഫലങ്ങൾക്ക് ഇരകളാകാൻ ഇടയുള്ള നാറ്റോ രാജ്യങ്ങളെല്ലാം തങ്ങളുടെ പൗരന്മാർക്ക് യുദ്ധത്തിന് തയ്യാറെടുക്കാനുള്ള മുന്നറിയിപ്പുകൾ നൽകിക്കഴിഞ്ഞു. ഇത്തരം രാഷ്ട്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായ ഡെൻമാർക്ക് തങ്ങളുടെ പൗരന്മാരോട് റേഷൻ, വെള്ളം, മരുന്നുകൾ എന്നിവ ശേഖരിച്ചു വെക്കാനുള്ള നിർദ്ദേശങ്ങളുമായി ഇമെയിലുകൾ അയച്ചിരിക്കുകയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ആണവ ആക്രമണം ഉണ്ടായാൽ നിർണായകമായ 3 ദിവസങ്ങൾ ഇത്തരത്തിൽ തള്ളി നീക്കാനാകുമെന്നാണ് ഡെൻമാർക്ക് കണക്കുകൂട്ടുന്നത്. സ്വീഡനിലാകട്ടെ തങ്ങളുടെ രാജ്യത്തെ ജനങ്ങളോട് സുരക്ഷിതമായ ഷെൽട്ടറുകൾ കണ്ടെത്തണമെന്ന് ലഘുലേഖകളിലൂടെ നിർദ്ദേശിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. 1944 പര്യവസാനിച്ച 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇത്തരത്തിൽ മുന്നറിയിപ്പുകളും ജാഗ്രതാ നിർദ്ദേശങ്ങളും അടങ്ങിയ ലഘുലേഖകൾ സ്വീഡനിൽ 5 വട്ടം മാത്രമാണ് പുറത്ത് ഇറക്കിയിരിക്കുന്നത്. ഓർക്കണം, USSRും അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും തമ്മിൽ നിലനിന്ന ശീത സമരത്തിന്റെ ആ വലിയ കാലഘട്ടങ്ങൾ കടന്നു പോയി കഴിഞ്ഞു എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. നോർവേ എന്ന രാജ്യമാകട്ടെ ശക്തമായ മുന്നറിയിപ്പുകളോടെ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനായി ഒരാഴ്ചത്തേക്കെങ്കിലും വേണ്ട സാധനങ്ങൾ സംഭരിച്ചു വെക്കാൻ തങ്ങളുടെ പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. റഷ്യ ഉക്രൈൻ നിമിത്തമുള്ള പ്രതിസന്ധികളെ നേരിടാൻ സന്നദ്ധമായിരിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഓൺലൈൻ ബ്രോഷറുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഫിൻലാൻഡും തങ്ങളുടെ പൗരന്മാർക്ക് ശക്തമായ മുന്നറിയിപ്പുകൾ നൽകി കഴിഞ്ഞിരിക്കുന്നു.
നാറ്റോ സഖ്യത്തിലെ പ്രധാനപ്പെട്ട ഈ രാജ്യങ്ങൾ ഇത്തരത്തിൽ ശക്തമായ മുന്നറിയിപ്പുകളും ജാഗ്രതാ നിർദ്ദേശങ്ങളും തങ്ങളുടെ പൗരന്മാർക്ക് നൽകിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം റഷ്യ ഇപ്പോൾ തങ്ങളുടെ ആണവ നയങ്ങൾ തിരുത്തിയ മാറ്റങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ സെപ്റ്റംബറിൽ യുക്രൈനെതിരെ റഷ്യ അണ്വായുധ ഭീഷണി ശക്തമായി തന്നെ ഉയർത്തിയതാണ്. ബ്രിട്ടന്റെ സ്റ്റോം ഷാഡോ അടക്കമുള്ള ദീർഘദൂര മിസൈലുകൾ റഷ്യയ്ക്കുള്ളിൽ പ്രയോഗിക്കാൻ ഉക്രൈൻ പാശ്ചാത്യ രാജ്യങ്ങളുടെ അനുമതി തേടിയതിൽ പ്രകോപിതനായപ്പോഴാണ് അണ്വായുധ ഭീഷണിയുമായി പുടിൻ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഇത്തരം നീക്കങ്ങൾ ഉണ്ടായാൽ റഷ്യക്കെതിരായുള്ള സംഘർഷത്തിൽ അവരുടെ നേരിട്ടുള്ള ഇടപെടലായി ഈ നീക്കത്തെ കണക്കാക്കുമെന്നായിരുന്നു അന്ന് പുടിൻ വ്യക്തമാക്കിയത്. എന്നാൽ അന്ന് പിൻവാങ്ങിയ റഷ്യ ഇപ്പോൾ അവരുടെ ആണവ നയത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ശക്തമായ നീക്കങ്ങൾക്ക് കളമൊരുക്കുന്നതിനാൽ നാറ്റോ രാഷ്ട്രങ്ങളെല്ലാം ഇപ്പോൾ ആശങ്കയിലായിരിക്കുകയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പുതുക്കിയ ആണവ രേഖയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഒപ്പുവെക്കുന്ന സാഹചര്യമുണ്ടായത്. ആണവായുധ ശേഷി അല്ലാത്ത ഒരു രാജ്യം ആണവശക്തിയായ മറ്റൊരു രാജ്യത്തിന്റെ പിന്തുണയോടെ റഷ്യയ്ക്ക് നേരെ നടത്തുന്ന ആക്രമണം സംയുക്ത ആക്രമണമായി തന്നെ കണക്കാക്കേണ്ടി വരുമെന്നും അത്തരം നീക്കങ്ങളിൽ ആണവശേഷിയില്ലാത്ത രാജ്യത്തിനെതിരെ റഷ്യയ്ക്ക് ആണവായുധം പ്രയോഗിക്കാമെന്നുമുള്ള നയരേഖയിലാണ് പുടിൻ ഒപ്പിട്ടിരിക്കുന്നത്. ഓർക്കണം, ഇതേ സമയം തന്നെ ബ്രിട്ടന്റെ സ്റ്റോം ഷാഡോ മിസൈലും അമേരിക്കയുടെ അറ്റ്കാസ് മിസൈലും ഉക്രൈൻ റഷ്യയുടെ മണ്ണിലേക്ക് പ്രയോഗിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു ന്യൂക്ലിയർ വെപ്പണുള്ള ഒരു രാജ്യത്തിന്റെ, രണ്ട് രാജ്യങ്ങളുടെ പിന്തുണയോടെ ഉക്രൈൻ റഷ്യയിലേക്ക് അവരുടെ മിസൈൽ തൊടുത്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇനി റഷ്യയ്ക്ക് ഏത് നിമിഷം വേണമെങ്കിലും ഒരു മുന്നറിയിപ്പില്ലാതെ ഒരു ആണവ ആക്രമണത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന സാഹചര്യത്തിലാണ് ലോകം ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. സുപ്രധാനമായ അത്തരം ആക്രമണ നീക്കങ്ങൾക്കെതിരെ ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ല എന്നും യുദ്ധം 1000 ദിവസം പിന്നിട്ട പശ്ചാത്തലത്തിൽ റഷ്യ കൈക്കൊണ്ട ഈ നിർണായക തീരുമാനം ഉക്രൈൻ രാജ്യത്തെ മാത്രമല്ല ലോക ജനതയെ തന്നെ ഭീതിയിൽ ആഴ്ത്തിയിരിക്കുകയുമാണ്. Решение будет принято. Это будет означать не что иное, как прямое участие стран НАТО, Соединенных Штатов, европейских стран в войне на Украине. Это их прямое участие. അമേരിക്കയിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപ് ജയിച്ചിട്ടും സത്യപ്രതിജ്ഞ വരെ കാവൽ പ്രസിഡന്റായി തുടരുന്ന ജോ ബൈഡൻ റഷ്യൻ മണ്ണിൽ US നിർമ്മിത ദീർഘദൂര ബലിസ്റ്റിക് മിസൈലുകളായ ആർമി ടാക്ടിക്കൽ മിസൈലുകൾ ഉപയോഗിക്കാൻ ഉക്രൈന് അനുമതി നൽകിയതിനെ തുടർന്ന് US-ന്റെ ദീർഘദൂര മിസൈലുകൾ ഉക്രൈൻ റഷ്യക്കെതിരെ പ്രയോഗിച്ചതാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെ പ്രകോപിതനാക്കിയത്. റഷ്യക്കകത്തെ സൈനിക കേന്ദ്രങ്ങളെ ഉക്രൈൻ ആദ്യമായാണ് ദീർഘദൂര അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചത്. റഷ്യയുടെ ബ്രയാൻസ്ക് മേഖലയിലേക്ക് ഉക്രൈൻ മിസൈലുകൾ തൊടുത്തുവിട്ടത് 5 മിസൈലുകളെ റഷ്യ പ്രതിരോധിക്കുകയുണ്ടായി. എന്നാൽ മറ്റൊന്ന് തകർന്ന് റഷ്യയുടെ സൈനിക കേന്ദ്രത്തിനടുത്ത് പതിക്കുന്ന സാഹചര്യമുണ്ടായി. ആളപായമോ നാശനഷ്ടമോ ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടിയും കടുത്ത തിരിച്ചടിക്കാണ് റഷ്യ ഒരുങ്ങിയിരിക്കുന്നത്. ശബ്ദത്തേക്കാൾ 10 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒറൻഷിക് എന്ന മധ്യദൂര ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ അയച്ചാണ് റഷ്യ ഉക്രൈന് ആദ്യമായ മറുപടി നൽകിയത്. ആ മറുപടി ഇതിന് പ്രചോദനം നൽകിയ ബ്രിട്ടനും അമേരിക്കയ്ക്കുമുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു. ഉക്രൈനെ മിസൈൽ കൊടുത്ത് സഹായിക്കുന്ന ഏത് രാജ്യത്തെയും അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് പ്രതിരോധിക്കാൻ കഴിയാത്ത വേഗതയുള്ള ഈ മിസൈൽ തൊടുത്ത് ആക്രമിക്കുമെന്ന് പുടിൻ പുതിയ ഭീഷണിയും മുഴക്കിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഡെമോക്രാറ്റുകളുടെ സമസ്ത പ്രതീക്ഷകളെയും അട്ടിമറിച്ച് ട്രംപ് വിജയിച്ചതിനുള്ള അസ്വസ്ഥതകൾ പുകയുന്നതിനാൽ ട്രംപിനെ സമ്മർദ്ദത്തിലാഴ്ത്താനുള്ള ഡെമോക്രാറ്റുകളുടെ കുടിലതന്ത്രങ്ങളുടെ ഭാഗമായി 3ാം ലോക മഹായുദ്ധം തുടങ്ങി വെച്ചിട്ട് അതിന്റെ ഉത്തരവാദിത്വം കൂടി ട്രംപിന്റെ ചുമലിലേക്ക് വെച്ചു കൊടുത്തിട്ട് പടിയിറങ്ങിപ്പോകാനുള്ള നീക്കമാണ് ബൈഡൻ നടത്തുന്നത് എന്നും വിലയിരുത്തപ്പെടുകയാണ്. ഇപ്പോൾ ഡെമോക്രാറ്റിക് ഭരണത്തിന്റെ അവസാന നാളുകളിൽ അവരെടുത്ത ഇത്തരം പ്രകോപനപരമായ തീരുമാനം ഒരു കാരണവശാലും സമാധാനപരമായി ഭരിക്കാൻ ട്രംപിനെ അനുവദിക്കാതിരിക്കുക എന്ന ലക്ഷ്യം കൂടി മുൻനിർത്തിക്കൊണ്ട് ഉള്ളത് ആണ് എന്നുള്ള വിവരവും ഏകദേശം ഉറപ്പാണ്. കാരണം യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈ എടുക്കുമെന്നായിരുന്നു നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിന് കടകവിരുദ്ധമായ നടപടിയാണ് ഇപ്പോൾ ബൈഡന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. പുടിൻ ഒരു തീരുമാനമെടുത്താൽ അത് അവർ നടപ്പിലാക്കുക തന്നെ ചെയ്യും. അതിനുള്ള എല്ലാത്തരം ആർജവവും ഉള്ളതുപോലെ അമേരിക്കയ്ക്കുള്ളതിനേക്കാൾ ശക്തമായ അണ്വായുധ ശേഖരവും റഷ്യയുടെ കൈവശം ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. മാത്രമല്ല ചൈനയ്ക്കോ മറ്റ് ഒരു രാജ്യങ്ങൾക്കോ ഇല്ലാത്ത മിസൈൽ ശേഖരവും റഷ്യയുടെ കൈകളിലുണ്ട്. ഉക്രൈൻ റഷ്യ തുടങ്ങിയതിനു ശേഷം റഷ്യയുടെ
ആയുധ നിർമ്മാണം 10 മടങ്ങ് വേഗത്തിലാണ് വർദ്ധിച്ചിരിക്കുന്നത്. വലിയ തോതിൽ ആയുധങ്ങൾ നിർമ്മിച്ച് കൂട്ടുകയാണ് ഇപ്പോൾ റഷ്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഒരു ശേഷിയും ഇല്ലാതിരുന്ന എല്ലാ തരത്തിലും ബലഹീനമായ ഉക്രൈൻ നാറ്റോ രാജ്യങ്ങളുടെ പേരിൽ റഷ്യക്കെതിരെ നടത്തിയ നീക്കങ്ങളെല്ലാം അവർക്ക് മാത്രം നാശവും വിനയുമായി മാറുകയാണ് ഉണ്ടായത്. എന്നാൽ ഇനിയുള്ള പുട്ടിന്റെ താക്കീതുകൾ ഉക്രൈന് മാത്രമല്ല, അവരെ താങ്ങി നിർത്തുന്ന രാജ്യങ്ങൾക്ക് എല്ലാമുള്ള മുന്നറിയിപ്പ് കൂടി തന്നെയാണ്. ഏതായാലും ഡിപ്ലോമാറ്റിക്കായ എന്തെങ്കിലും ഒരു നീക്കം ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയും അത് പുട്ടിന് സ്വീകാര്യമാവുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ ആശങ്കകൾക്ക് നേരിയ ശമനമെങ്കിലും ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. കേരളത്തിലെ അധികാര രാഷ്ട്രീയ കൗശലക്കാരുടെ നടപടികൾ മൂലം കേരളത്തിൽ വേക്കൻ്റായി വന്ന 3 മണ്ഡലങ്ങളിലെയും ഉപതെരഞ്ഞെടുപ്പുകളും അവസാനിച്ച് അതിൻ്റെ ഫലവും പുറത്തു വന്നിരിക്കുന്ന ഈ ഘട്ടത്തിൽ കേരള രാഷ്ട്രീയത്തെ അതീവ നിർണായകമായി സ്വാധീനിച്ച ഒരു തെരഞ്ഞെടുപ്പെന്ന നിലയിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന പ്രാധാന്യം വളരെ വലുതായിരുന്നു. നാടകീയമായ പല നീക്കങ്ങളും, സർജിക്കൽ സ്ട്രൈക്കുകളും, നിർണായകമായ മലക്കം മറിച്ചിലുകളുമെല്ലാം ഒരു തെരഞ്ഞെടുപ്പിനെ ശക്തമായി തന്നെ സ്വാധീനിക്കാറുണ്ട്. അത്തരത്തിലുള്ള പല സംഭവങ്ങളും അരങ്ങേറിയ പാലക്കാട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കോലാഹലങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല എന്നതാണ് വാസ്തവം. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണവും അതേ തുടർന്ന് ആത്മഹത്യാ പ്രേരണാകുറ്റത്തിന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ PP ദിവ്യ എന്ന CPM-കാരിയുടെ അറസ്റ്റും ജയിൽവാസവുമൊക്കെയായി ഏറെ നിറംകെട്ട അവസ്ഥയിലായിരുന്നു പ്രചാരണത്തിന്റെ തുടക്കത്തിൽ CPM. കോൺഗ്രസ് വിട്ട് മലക്കമറിഞ്ഞ് ഇടതുപാളയത്തിലേക്ക് ചേക്കേറിയ പാലക്കാട്ടെ ഇടത് സ്ഥാനാർത്ഥിയും അവർക്ക് സമ്മർദ്ദം തന്നെയായിരുന്നു. കേരളത്തിൽ നടന്ന 3 ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏറെ ശ്രദ്ധേയമായ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ശക്തമായ രാഷ്ട്രീയ സാമൂഹ്യ ധ്രുവീകരണത്തിനാണ് ചില രാഷ്ട്രീയ പാർട്ടികൾ കരുക്കൾ നീക്കുകയും കളമൊരുക്കുകയും ചെയ്തത്. കോൺഗ്രസും BJPയും തമ്മിൽ ശക്തമായ മത്സരം നടക്കുന്ന പാലക്കാട് ഇടത് സ്ഥാനാർത്ഥി തികച്ചും അപ്രസക്തനാണെന്ന് അറിഞ്ഞ് ചിലർ ആസൂത്രണം ചെയ്ത ട്രോളി ബാഗും കള്ളപ്പണവും പാതിര റെയ്ഡുമൊക്കെ കോൺഗ്രസിനൊട്ടാക്കി കൊടുത്തത് വലിയ മൈലേജ് തന്നെയായിരുന്നു. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്കെതിരെ നടത്തിയ വെറുപ്പിന്റെ ഫാക്ടറി എന്ന പരാമർശത്തിൽ ഊന്നിപ്പിടിച്ചുകൊണ്ട് സന്ദീപ് വാര്യർ കോൺഗ്രസ് നേതാക്കന്മാർക്കൊപ്പം ലീഗിന്റെ തലതൊട്ടപ്പന്മാരെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കുകയും മോദിയെ തള്ളിപ്പറയുകയും ചെയ്തതോടെ കൃത്യമായി മുസ്ലിം വോട്ടുകളുടെ ധ്രുവീകരണമാണ് കോൺഗ്രസ് ഉറപ്പാക്കിയത് എന്നുള്ളത് വ്യക്തം. കോൺഗ്രസ് പാളയത്തിലെത്തിയ സന്ദീപ് വാര്യർ ലീഗ് നേതാക്കളെ കാണുകയും അതോടെ BJP വിമതരുടെ വോട്ട് പോലും യാന്ത്രികമായി ഏകീകരിക്കപ്പെടുകയും ചെയ്തതോടെ ലീഗ് നേതാക്കന്മാർ മുനമ്പം വിഷയത്തെ മുൻനിർത്തി ലത്തീൻ ബിഷപ്പുമാരുടെ സമ്മേളനത്തിലേക്ക് എത്തി. എത്ര ചർച്ച ചെയ്താലും വഖഫ് ഭൂമി എന്നെങ്കിലും വഖഫിൻ്റേതാകുമെന്നും അതിനെതിരെയുള്ള ആക്ഷേപങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം വഖഫ് ട്രൈബ്യൂണലിൽ മാത്രം നിക്ഷിപ്തമാണെന്നും ഇരിക്കെ സമരം ചെയ്തും ക്ലേശങ്ങൾ സഹിച്ചും അതിജീവനത്തിനായി കഷ്ടപ്പെടുന്നവരുടെ മുൻപിലെ ഏക വഴി ബില്ല് ഭേദഗതിയാക്കുക എന്നുള്ളത് മാത്രമാണ്. എന്നാൽ എന്ത് വില കൊടുത്തും അത് നടപ്പിലാക്കാതിരിക്കാനുള്ള ചില താല്പര്യങ്ങളുടെ നിർവഹണങ്ങളാണ് എല്ലാ തരത്തിലുമുള്ള ധ്രുവീകരണമായി പാലക്കാട് വെളിപ്പെട്ടത്. രാഷ്ട്രീയ സാമൂഹിക ധ്രുവീകരണങ്ങൾ പാലക്കാടൻ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം പ്രതിഫലിച്ചിട്ടുണ്ടാകുമെന്ന സന്ദേഹത്തിന് കൃത്യമായ മറുപടി നൽകിക്കൊണ്ടാണ് ഷെക്കേന ഡിബേറ്റിൽ പങ്കെടുത്ത രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ് പ്രതികരിച്ചത്. ഇവിടെ കേരളത്തിൽ ഒരു ധ്രുവീകരണം ഉണ്ട് എന്ന് പറയുന്നതിനേക്കാൾ ധ്രുവീകരണത്തിന് വേണ്ടി രാഷ്ട്രീയക്കാർ ശ്രമിച്ചു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പോളറൈസേഷൻ എന്നതൊരു പൊളിറ്റിക്കൽ ഗെയിമാണ്, ഒരു ഗിമ്മിക്കാണ്. അപ്പൊ ഇവിടെ വർഗീയ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വൈകാരിക വിഷയങ്ങളെ ഉയർത്തിക്കൊണ്ട് ഒരു ധ്രുവീകരണം നടത്തുന്നത് വഴി കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അത് പാലക്കാട് വ്യക്തമായിട്ട് അത് കണ്ടു. അത് മാത്രമല്ല ചില പത്രപരസ്യങ്ങളുടെ രൂപത്തിൽ ആ ഒരു ധ്രുവീകരണത്തിനുള്ള ഒരു നീക്കം അവിടെ കണ്ടു. അത് മാത്രമല്ല ഈവൻ സ്ഥാനാർത്ഥികളുടെ സെലക്ഷൻ പോലും ഒരു പരിധിവരെ കേരളത്തിൽ എല്ലായിടത്തും തന്നെ ജാതിയും മതവും ഒക്കെ നോക്കി തന്നെയാണ് സ്ഥാനാർത്ഥികൾ നിൽക്കുന്നത്. അപ്പൊ ആ ഒരു അവസ്ഥ നോക്കിക്കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ധ്രുവീകരണ രാഷ്ട്രീയത്തിന് ഒരു കാര്യമായ ഇടമുണ്ടാകേണ്ട കാര്യമില്ല കേരളത്തിൽ. കാരണം കേരളം വളരെ രാഷ്ട്രീയ പ്രബുദ്ധമായ സംസ്ഥാനമാണ്. പക്ഷെ പ്രൈമോഡിയൽ ലോയൽറ്റീസ് ഈ അടുത്ത കാലത്ത് വളരെയധികം ഉയരുന്ന ഒരു കാഴ്ചയാണ്. ന്യൂനപക്ഷ സമുദായങ്ങൾ തമ്മിലുള്ള ഒരു വിടവ് വർദ്ധിക്കുന്നു, ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസവും വർദ്ധിക്കുന്നു. അത് രാഷ്ട്രീയ ഇടപെടലാണ് അതിന്റെ കാരണം. അതിനകത്തൊരു അത് പൊളിറ്റിക്കൽ ഇസ്ലാം ആയിക്കൊള്ളട്ടെ, പൊളിറ്റിക്കൽ ക്രിസ്ത്യാനിറ്റി ആയിക്കൊള്ളട്ടെ, പൊളിറ്റിക്കൽ ഹിന്ദുത്വം അല്ലെങ്കിൽ ഹിന്ദുത്വം ആയിക്കൊള്ളട്ടെ, ഇതേതാണെങ്കിൽ തന്നെ ഒരുപോലെ തന്നെ അപകടകരമായ ഒരു അവസ്ഥാവിശേഷമാണ് ഈ പോളിറ്റിക്സ് പോളറൈസേഷൻ. അത് ഇലക്ഷൻ സമയത്താണ് കൂടുതൽ സ്വാർത്ഥമായ
താൽക്കാലികമായ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി എടുക്കുന്ന നിലപാടുകളാണ്. അതുകൊണ്ടാണ് വർഗീയതയുടെ രാഷ്ട്രീയത്തിന് കേരളത്തിൽ സ്ഥാനമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഒരുപക്ഷെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളായിരുന്നു ആദ്യം തന്നെ മുന്നിട്ട് വന്നത്. പക്ഷെ അതേ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഒരു പരിധിവരെ വർഗീയമായും വംശീയമായും ഒക്കെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ശ്രമിക്കുന്നു. രാഷ്ട്രീയ മാപിനിയിലെ താപനില ഏറ്റവും ഉയർന്ന നിലയിൽ കണ്ടത് ഇപ്രാവശ്യം പാലക്കാട് തന്നെയാണ്. 3 മുന്നണികൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായി പോയി. അത് മാത്രമല്ല, BJP നിർണായക സ്വാധീനമുള്ള ഒരു മണ്ഡലം എന്ന നിലയിൽ BJP വിരുദ്ധ ശക്തികൾ അത് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പോളറൈസ് ചെയ്യപ്പെടാനാണ് സാധ്യത. അത് ഈ ഒരുപക്ഷെ ഏറ്റവും പ്രബലമായ അവിടുത്തെ പാലക്കാട് ഒരു പ്രബലമായ കക്ഷി എന്ന നിലയിൽ LDF-നേക്കാൾ ഇപ്പോൾ മുൻതൂക്കം UDF-നാണ് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് BJP വിരുദ്ധ വോട്ടുകൾ സ്വാഭാവികമായി പോളറൈസ് ചെയ്യപ്പെടുന്നത് കോൺഗ്രസിന് അനുകൂലമായിട്ടാണ്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് വരേണ്ടതാണ്. പക്ഷേ അതിന് P. സരിൻ വന്നപ്പോൾ ഏതാണ്ട് ഒരു കണക്ക് തീർക്കലിന്റെ ഒരു രീതിയിൽ അതിഗംഭീരമായ പ്രചരണവും പ്രകടനവും തന്നെയാണ് ഇടതുപക്ഷമോടെ കാഴ്ചവെച്ചത്. അതുകൊണ്ട് ഇപ്രാവശ്യം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ വോട്ട് UDF-ലേക്ക് പോവില്ല എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ വോട്ട് ഷെയർ അവിടെ നിലനിർത്തും. അതോടൊപ്പം തന്നെ UDF-ന് ലഭിക്കാവുന്ന സാമുദായിക വോട്ട്, പ്രത്യേകിച്ച് 22% വരുന്ന മുസ്ലിം വോട്ട്, ആ വോട്ടിന്റെ ഒരു പങ്ക് LDF-ലേക്ക് സ്വാംശീകരിക്കുക വഴി ഒരുപക്ഷെ LDF-ന്റെ വോട്ട് നില ഉയർത്തും. അതിലെ ബെനിഫിഷ്യറി ആകാൻ പോകുന്നത് ഒരുപക്ഷെ BJP കാൻഡിഡേറ്റ് ആണോ എന്നൊരു സന്ദേഹം ഒരുപക്ഷെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങളും ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഒരു ധ്രുവീകരണത്തിന് വേണ്ടി ശ്രമിക്കുന്നു ഒരു വശത്ത്, അത് മുനമ്പം വിഷയമെല്ലാം ഉൾപ്പെടെ ധ്രുവീകരണത്തിന് വേണ്ടി ശ്രമിക്കുന്നു. അത് BJP അത് തീർച്ചയായിട്ടും അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തുന്നു ഒരു വശം. മറുവശത്ത് LDF തങ്ങൾക്ക് ആവുന്ന രീതിയിൽ ഒരു ന്യൂനപക്ഷ കൺസോളിഡേഷൻ സാധിക്കുന്ന രീതിയിലേക്ക് ഇവിടെ കോൺഗ്രസിലേക്ക് കടന്നു വന്ന സന്ദീപ് വാര്യരുടെ രംഗപ്രവേശം, സന്ദീപ് വാര്യരുടെ മുൻ പ്രസ്താവനകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിനിടയിൽ ഒരു പുനർവിചിന്തനം UDF-ന് അനുകൂലമായി തിരിയാവുന്ന ഷാഫി പറമ്പിലൂടെ UDF-ന് അനുകൂലമായി വന്നിരുന്ന ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വാഭാവികമായിട്ട് പോകാൻ സാധ്യതയുള്ള വോട്ടുകളിൽ ഒരു കണ്ടുവയ്ക്കുന്നു. ഇതെല്ലാം തന്നെ ഒരു ധ്രുവീകരണ രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനങ്ങളാണ് എന്ന് കാണാനാവും. മുനമ്പത്ത് കോൺഗ്രസും ലീഗും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കപട നാടകങ്ങൾ പൊളിയുകയും മുനമ്പം നിവാസികളെ സുഖിപ്പിച്ച് ചൊൽപ്പടിക്ക് നിർത്താൻ അവർ നടത്തിയ എല്ലാ പ്രഹസനങ്ങളും നനഞ്ഞ പടക്കം കണക്കെ ചീറ്റിയിട്ടും പിന്നെയും ജനവഞ്ചന തുടർന്ന കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ഒക്കെ എല്ലാത്തരം വാദഗതികളെയും പൊളിച്ചുകൊണ്ടാണ് മുസ്ലിം വിഭാഗത്തിന്റെ പണ്ഡിത സഭയായ സമസ്തയും മുനമ്പത്തെ വിവാദ ഭൂമി വഖഫ് ബോർഡിന്റേതാണെന്നും സമാധാനത്തിന് പകരമായ ഭൂമി വിട്ടു നൽകാനാവില്ലെന്നും ഭൂമി അതിന്റെ നിലവിലെ ഉടമസ്ഥർക്ക് വിട്ടു നൽകണമെന്നുമുള്ള മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ നിലപാട് ആശങ്ക ഉളവാക്കുന്നതാണെന്നുമുള്ള വാദഗതികളുമായി രംഗത്ത് വന്നത്. സാമാന്യ ബോധമുള്ളവർക്കെല്ലാം ഈ കൊലച്ചതി ബോധ്യപ്പെട്ടിട്ടും പിന്നെയും അവിടെ കടിച്ചു തൂങ്ങി കള്ളങ്ങൾ മാത്രം പാടാനുള്ള കോൺഗ്രസ് ലീഗ് നീക്കങ്ങൾ അങ്ങേയറ്റം അപലപനീയം തന്നെയാണ്. പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് ബിഷപ്പുമാരുമായി ചർച്ച നടത്താനിറങ്ങിയ കുഞ്ഞാലിക്കുട്ടി മുനമ്പത്തെയും കേരളത്തിലെയും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് പറഞ്ഞത് മുനമ്പത്ത് ഒരു പ്രശ്നവുമില്ല, ഉള്ള പ്രശ്നങ്ങൾ സംഘപരിവാറും ക്രിസംഗി ഗ്രൂപ്പുകളും ഉണ്ടാക്കുന്നതാണ് എന്നും മുനമ്പത്ത് തർക്കഭൂമി വഖഫിന്റേതല്ലെന്നുമൊക്കെയായിരുന്നു. ആ വാദഗതികൾ നിലനിൽക്കുമ്പോഴാണ് പുതിയ അവകാശവാദങ്ങളുമായി സമസ്തയും രംഗത്ത് വന്നത്. ഏതായാലും ലീഗ് കോൺഗ്രസ് നേതാക്കൾ അടിയന്തരമായി കത്തോലിക്ക സഭാ നേതാക്കന്മാരെ കണ്ടത് മറ്റൊരു കപട നാടകമായോ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമുള്ള ഗിമിക്സ് ആയോ മാത്രമേ പരിഗണിക്കാൻ കഴിയുകയുള്ളൂ. അതുറപ്പിക്കുന്ന വിധത്തിൽ ഇലക്ഷൻ കഴിഞ്ഞതോടെ മുനമ്പത്ത് അവകാശവാദങ്ങൾ ഉന്നയിക്കാതെ മതേതര സിദ്ധാന്തം പടച്ചുവിട്ടവരെല്ലാം ഇപ്പോൾ കളം മാറ്റി തുടങ്ങിയിരിക്കുകയാണ്. കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ലീഗും കോൺഗ്രസും കാണിക്കുന്ന ഈ മുതലെടുപ്പൻ കപട നാടകങ്ങളെ ശക്തമായി പൊളിച്ചുകൊണ്ടായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകനായ അമൽ സിറിയക്ക് ഷെക്കേന ഡിബേറ്റിൽ തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയത്. ഇക്കാലം അത്രയും നമ്മൾ ഒരു കാര്യത്തെ വിശകലനം ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കാലത്തെ അവരുടെ നടപടികൾ എന്താണോ അല്ലെങ്കിൽ അവർ ഇന്ന് എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുമായി അവർ ഇപ്പോൾ പറയുന്ന കാര്യത്തിനോ പ്രവർത്തിക്കുന്ന കാര്യത്തിനോ ബന്ധം എങ്ങനെ കിടക്കുന്നു എന്ന് നമ്മൾ വിശകലനം ചെയ്ത് വേണം ഒരാളുടെ അഭിപ്രായ പ്രകടനത്തിൽ ആത്മാർത്ഥതയുണ്ടോ നമ്മൾ ചിന്തിക്കാനായിട്ട്. ഈ 16 ബിഷപ്പുമാരെ സന്ദർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത വന്നു. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മനോരമ പോലെയുള്ള ഒരു പത്രത്തിന്റെ ഫസ്റ്റ് പേജിൽ വലിയൊരു തലക്കെട്ടായിട്ട് പ്രത്യാശ മുനമ്പെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പിറ്റേ ദിവസം പ്രസിദ്ധീകരിച്ചത്. അതേസമയം ഈ മനോരമ പത്രം ഈ മുനമ്പം വിഷയത്തെ എത്രമാത്രം കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് അതിനു മുമ്പുള്ള വാർത്തകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി.
ഈ ദീപിക പോലെയുള്ള പത്രങ്ങളിൽ എല്ലാ ദിവസവും തന്നെ ലേഖനങ്ങളും ഈ വിഷയത്തെ പറ്റിയുള്ള ചർച്ചകളും അവിടെയുള്ള സമരങ്ങളെ പറ്റിയുള്ള വാർത്തകളും കൊടുക്കുമ്പോൾ മനോരമ ഞാൻ കണ്ടിട്ടില്ല ഒരു ആത്മാർത്ഥമായിട്ട് മുൻപ് വിഷയത്തെ ഹാൻഡിൽ ചെയ്തുകൊണ്ടുള്ള വാർത്ത കൊടുത്തിട്ടുണ്ടോ എന്ന്. അതിനകത്ത് ഇസ്ലാമിക നേതാക്കളോ അല്ലെങ്കിൽ അവരാരെങ്കിലും വന്ന് ഇത് സമാധാനം ഉണ്ടാക്കണം അല്ലെങ്കിൽ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കണം എന്ന് പറയുന്നതിനെ മാത്രമാണ് അവരൊരു വാർത്ത ആയിക്കൊണ്ട് പലപ്പോഴും മനോരമയെ കണ്ടിട്ടുള്ളൂ. അതേസമയം മുൻപത്തെ ആ ആക്ട് ഉണ്ടാക്കിയ പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ മുൻപങ്കാർ എന്താണ് അവിടെ ആവശ്യപ്പെടുന്നത്, അവരുടെ വിഷയം എന്താണ്, ആരേക്കാണ് ഇത് കൃത്യമായിട്ട് ബാധിക്കുന്നത്, അതിനെപ്പറ്റി കൃത്യമായ ഒരു ലേഖനമോ ഫീച്ചറോ ഒരു വാർത്തയോ പോലും പത്രത്തിൽ കണ്ടിട്ടില്ല, മനോരമ പത്രത്തിൽ. അതേസമയം പ്രത്യാശ മുൻപെന്ന് പറഞ്ഞുകൊണ്ട് വലിയ തലക്കെട്ടില് അന്ന് നേരത്തെ അങ്ങ് സൂചിപ്പിച്ച പോലെ അതിന്റെ അതായത് ഇതിന്റെ വിഷയം മനസ്സിലാക്കിയപ്പോഴാണ് അതായത് ഈ മെത്രാന്മാര് വർഷത്തിൽ 2 തവണ ഇതുപോലെ മൊത്തത്തിൽ ഇവർ കൂടുന്നതാണ്. ആ കൂടുന്ന വേദിയിൽ ചില താല്പര്യ കക്ഷികളാണ് ഈ 2 പേര്, അതായത് നമ്മുടെ സാദിഖ് അലി ശിഹാബ് തങ്ങളെയും അതോടൊപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടി അവിടെ എത്തിച്ചതെന്നും അവരവിടെ സന്ദർശിച്ചു, ഫോട്ടോയൊക്കെ എടുത്തു. പക്ഷെ പിന്നീട് പത്രത്തിൽ വന്നത് വേറെ രീതിയിലാണ് ഈ വാർത്തകളൊക്കെ പോകുന്നത്. ഏകദേശം എല്ലാത്തിനും പരിഹാരം ഉണ്ടാകാനുള്ള പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് പിന്നെ വാർത്തകളൊക്കെ സൃഷ്ടിച്ചു പോകുന്നത്. അപ്പം തീർച്ചയായിട്ടും നമ്മളോട് കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ മുതലെടുപ്പ് അല്ലെങ്കിൽ ഗിമിക്ക് എന്തുമാത്രം അപകടകരമാണ് കേരളത്തിലെ മതേതര മുഖത്തിനെന്നുള്ളതാണ്. അതായത് മുൻപത്തെ വിഷയം രമ്യമായി പരിഹരിക്കണം, നമ്മൾ ഭരണഘടനയൊക്കെ മുന്നോട്ട് വെച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതോടൊപ്പം തന്നെ പ്രത്യാശ തരുന്ന ഒന്നാണ് CCC എന്ന് പറഞ്ഞൊരു സംഘടന, ഗൾഫാർ മുഹമ്മദ് അലിയുടെ സംഘടനയിൽ അവര് മതസൗഹാർദ്ദത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തങ്ങൾ ഇപ്പം ഫ്ലൈറ്റ് എടുത്ത് പോവുകയാണ്, നമ്മുടെ സീറോ മലബാറിലെയും ലാറ്റിൻ ബിഷപ്പുമാരായിട്ട് അവർ സമ്മേളനം നടത്തിക്കൊണ്ട് ഒരു മതേതര സംരക്ഷണം ഉണ്ടാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഈ മതേതര സംരക്ഷണം അല്ലെങ്കിൽ മതസൗഹാർദ്ദം നിലനിർത്തേണ്ടത് ഇസ്ലാം പ്രതിക്കൂട്ടിലാകുമ്പോൾ മാത്രമാണോ? ഇസ്ലാം പ്രതിക്കൂട്ടിൽ അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളോ മറ്റൊക്കെ പ്രതിക്കൂട്ടിലാകുമ്പോൾ മാത്രമാണ് ഇവർക്ക് ഈ മതേതര അല്ലെങ്കിൽ എന്താ പറയുക സൗഹാർദ്ദം മതസ്നേഹങ്ങൾ ഉടലെടുക്കുന്നത്. അതേസമയം ക്രിസ്ത്യാനിക്ക് ഒരു വിഷയം വരുമ്പോൾ ഇവരാരും ഇടപെടത്തില്ല. ക്രിസ്ത്യാനി ഇപ്പം ഒരു ഉദാഹരണം പറയും, ഈ ഭരണഘടനയെ സംരക്ഷിക്കുന്നു പറഞ്ഞില്ലേ, ഈ 80:20 എന്ന് പറഞ്ഞൊരു വിധി വന്നായിരുന്നു അല്ലെ. അതായത് സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കൊടുക്കുന്ന സ്കോളർഷിപ്പുകളെല്ലാം 80% മുസ്ലിമിനും 20% മറ്റു മത ന്യൂനപക്ഷങ്ങളും പറഞ്ഞുകൊണ്ട് ഒരു ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിന്റെ വിധി വന്നായിരുന്നു. ആ വിധിയിൽ ആ ചീഫ് ജസ്റ്റിസിനെ ഞാൻ കാണിക്കുകയാണ്, ആ ഓർഡർ എടുത്ത് നോക്കുക, ചീഫ് ജസ്റ്റിസ് വിധി എടുത്ത് നോക്കുക. ആ വിധിക്കകത്ത് എത്ര സ്ഥലങ്ങളിലാണ് ഭരണഘടന കടുത്ത ലംഘനമായിരുന്നു കേരളത്തിലെ ക്രിസ്ത്യാനികൾ അഭിമുഖീകരിച്ചിരുന്നുകൊണ്ട് അത് എഴുതി വെച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 14, 15 ഒക്കെ ക്ലിയർലി വയലേറ്റഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻ ദ മാറ്റർ ഓഫ് ദ അവാർഡ് ഓഫ് സ്കോളർഷിപ്സ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിരിക്കുക. അതോടൊപ്പം തന്നെ ഉണ്ട് ഇൻ അട്ടർ വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ്സ് കണ്ടെയ്ൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ആർട്ടിക്കിൾ 14, 15, 29, 30 എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിരിക്കുക. അതോടൊപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് സ്കോളർഷിപ്പ് ടു ദ മുസ്ലിം മൈനോറിറ്റി കമ്മ്യൂണിറ്റി at 80%, which according to us is an unconstitutional act and unsupported by any law. ഒരു നിയമത്തിലും സാധൂകരിക്കാൻ സാധിക്കാത്ത ഭരണഘടനയുടെ കടുത്ത ലംഘനം എന്ന് വിശേഷിപ്പിച്ച ഈ വിധി വന്നതിന് ശേഷം കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു തന്നെ 100% ഈ ന്യൂനപക്ഷ ആനുകൂല്യങ്ങളും മുസ്ലിങ്ങൾക്ക് അർഹതപ്പെട്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്നത് ഈ ഭരണഘടനയുടെ കടുത്ത ലംഘനം നടന്നൊരു കാര്യത്തില്. ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ സമസ്ത മേഖലകളിൽ നിന്നും ഇന്നയോളം ഏറ്റുവാങ്ങിയിട്ടുള്ളത് കടുത്ത അവഗണനകൾ തന്നെയാണ്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്നത് പോലെ കയ്യിൽ ഭീമമായ വോട്ട് ബാങ്കുകൾ ഉള്ളവർ ന്യൂനപക്ഷക്കാരായാൽ പോലും അവരെ പ്രീണിപ്പിച്ചാണ് ജനാധിപത്യത്തിലെ വലിയ ഗ്രഹങ്ങൾ കറങ്ങുന്നത് എന്നുള്ള സൂചനകളാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ വിഭാഗീയതയും ധ്രുവീകരണങ്ങളുമെല്ലാം പ്രബലമാക്കുന്ന എല്ലാ നടപടികളും നിയമങ്ങളും ജനാധിപത്യ സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായി ഇല്ലാതാക്കിയേ തീരൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ ന്യൂസ് സ്കാൻ സമാപിക്കുന്നു. ഇനി അടുത്തയാഴ്ച.